ലോ കിലോമീറ്റർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ലോ കിലോമീറ്റർ 17,000 മാത്രം ഓടിയ വണ്ടി. 1 ലിറ്റർ ടർബോ അല്ലേ വരാം? ടർബോ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ഉണ്ടല്ലോ? സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ്. 2026 ജനുവരി വരെ നിലവിൽ കമ്പനി വാറണ്ടി പെൻഡിങ് ഉണ്ട്. 19 മോഡൽ, 20 രജിസ്ട്രേഷൻ, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് കൂടിയ EX ഓപ്ഷൻ ക്രെറ്റ പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എല്ലാം വരും. അലോയ്സ് ചെയ്തിട്ടുണ്ട്, നല്ല ടയേഴ്സുമാണ്. പെട്രോളല്ലേ? പെട്രോൾ. ഇത് 15 മോഡലാണ്. ഫ്രണ്ട് ഓപ്ഷൻ ഡീസൽ. കിലോമീറ്റർ 91,000 കിലോമീറ്റർ. ഫ്രണ്ട് ഓപ്ഷൻ ആണ് അല്ലേ? 15 ഡീസൽ, 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഉണ്ടോ പ്രോപ്പർ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രോ സ്വാഗതം. അർജുൻ അല്ലേ പേര്? അർജുൻ, സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ഓട്ടോ വെഞ്ചറിലാണ്. ഈ ഷോറൂം വരുന്നത് പാവങ്ങാട് അല്ലേ? പാവങ്ങാടാണ്, കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ. ഇവർക്ക് തന്നെ കൊടുവള്ളി ഒരു ഷോറൂം ഉണ്ട്, സൗത്ത് കൊടുവള്ളി. ഓക്കെ, അത് വയനാട് റൂട്ടിലാണ്. അപ്പോൾ എന്താ പറയുക, നല്ല കാറുകൾ, മോഡൽ കൂടിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഏതൊക്കെ ടൈപ്പ് കാണിക്കുന്നുണ്ട്? എല്ലാ സെഗ്മെന്റും ഉണ്ടോ? SUV, ഹാച്ച്ബാക്ക്, റേഞ്ച് വണ്ടികൾ അപ്പോൾ നിലവിലുള്ളത് ഇവിടെ ഉള്ളത്. വണ്ടികൾ മൊത്തം നമുക്ക് ഒരു 60-70 വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് മൊത്തത്തിലുണ്ട് അല്ലേ? ഓക്കെ, കൊടുവള്ളി അവിടെ ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, കോൺടാക്ട് നമ്പർ കൊടുക്കല്ലോ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ എല്ലാത്തിൻ്റെ കാറ്റലോഗ് ഡീറ്റെയിൽ ഉണ്ടാവില്ലേ? ഫുൾ എല്ലാ സ്റ്റോക്കിൻ്റെ ഉണ്ടാവില്ല, ഇവിടുത്തെ മാത്രമായിരിക്കുമല്ലോ അല്ലേ? മൊത്തം സ്റ്റോക്കിൻ്റെ ഉണ്ടാവും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്താ, ലോണ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും കിട്ടുമോ? കിട്ടും. ലോണും വാറണ്ടി ഒക്കെ ഉള്ള വണ്ടികളാണ്. വാറണ്ടി ഉണ്ട് അല്ലേ? ഓക്കെ, വില എങ്ങനെ നമുക്ക് മുടിച്ചു കൊടുക്കാൻ പറ്റും? ഒക്കെ കൊടുക്കാം. കാണുന്നവർക്ക് നിരാശ ഉണ്ടാക്കില്ല, ആ രീതിയിൽ തന്നെ പ്രൈസ് സെറ്റ് വണ്ടി പ്രൈസിനുള്ള ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട വണ്ടി എവിടെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യം നമുക്ക് ഒരു ബ്ലാക്ക് ക്രെറ്റയിൽ തുടങ്ങാം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്, പഴയ ഷേപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 19 മോഡൽ, 20 രജിസ്ട്രേഷൻ, 1.6 EX പെട്രോൾ. EX ആണ്, ബേസ് ആണ് അല്ലേ ഓപ്ഷൻ? ഓക്കെ, 1.6 പെട്രോൾ വാഹനമാണ്. 19 മോഡലും 20 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 40,000 നോർമൽ ഓട്ടമാണ് പെട്രോൾ വണ്ടിയിൽ. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, ധൈര്യത്തിൽ കൊണ്ടുപോകാം. ES പറയാൻ ബേസിക്കുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ബേസ് അല്ല, ബേസ് കഴിഞ്ഞിട്ട് വരുന്ന മോഡൽ. അതിന്റെ മേലെ സ്ക്രീന് വരും. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്ക്രീന്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ സെൻസർ, ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? നമ്മൾ 8,20,000 ചോദിക്കുന്നത്. 8,20,000 രൂപയ്ക്ക് 19 മോഡൽ, 20 രജിസ്ട്രേഷൻ, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് കൂടിയ EX ഓപ്ഷൻ ക്രെറ്റ പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രൈസ് നമ്മളൊന്നും ഫൈനലല്ലോ പറയുന്നത്? പ്രൈസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ, ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 7 ലക്ഷം റുപ്യക്ക് എന്തായാലും ലോൺ കിട്ടും. ക്രെറ്റ 1.6 ആണ്, മൈലേജ് ഒരു 10 to 13 വരെയൊക്കെ കണ്ടാൽ മതി മാക്സിമം അല്ലേ? ഓടിക്കാൻ അടിപൊളിയായിരിക്കും, അതെ. ഓടിക്കാനുള്ള സുഖം അത് പറഞ്ഞായിരിക്കും. എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം ഹോണ്ട സിറ്റിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 15 മോഡൽ ഓട്ടോമാറ്റിക്കാണ്. 15 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനിലേക്ക് വന്നു വാഹനം. VX അല്ല അന്നത്തെ? VX. ഓക്കെ, CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. പെട്രോൾ, പാഡിൽ ഷിഫ്റ്റ്, സൺറൂഫ് എല്ലാ കാര്യങ്ങളും ബട്ടൺ ഷട്ടൊക്കെ വരുന്ന മോഡൽ. ഓക്കെ, പാഡിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പോലെ ചേഞ്ച് ചെയ്യാം, സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യണം. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയേഴ്സ് കുഴപ്പമില്ല, പുറകിലൊക്കെ ആവറേജ് ഉള്ളൂ, ഫ്രണ്ടിൽ കുറച്ചുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് എത്ര ഇപ്പോൾ? ഓണർഷിപ്പ് സെക്കൻഡ് 2015 മോഡലാണ്. CVT എത്ര കൊടുക്കുക? ഇത് 590 അല്ലേ? ഓക്കെ, കിലോമീറ്റർ പറഞ്ഞു? ഇതിൻ്റെ കിലോമീറ്റർ പറഞ്ഞിട്ടില്ല, കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. സർവീസ് ഉണ്ടോ? സർവീസ് കറക്റ്റ് കമ്പനി സർവീസ് പ്രോപ്പർ പോയിട്ടുണ്ട്. 5,90,000 രൂപയ്ക്ക് VX 2015 ഓട്ടോമാറ്റിക് സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം, പെട്രോളാണ്. വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല, നിലവിലിപ്പോൾ ഒന്നുമില്ല. ചെക്ക് ചെയ്തെടുത്താണ്. ഓക്കെ, ലോണ് ഒരു 5 lakhs കയറുമോ? 5 lakhs കയറണമാണ് അല്ലേ? ഓക്കെ, നോക്കാം. മെയിൻ്റനൻസ് കുറഞ്ഞൊരു പെട്രോൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടു നടക്കാം അല്ലേ? ഇത് അടുത്ത വാഹനം ഒരു കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ്. KL10 രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ അർബൻ ക്രൂസർ. എങ്ങനെയാണ്? ഇത് 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, പ്രീമിയം എന്ന ഓപ്ഷനാണ് വരുന്നത്. പ്രീമിയം ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? 20 മോഡൽ, 21. കിലോമീറ്റർ എത്ര പോയി? കിലോമീറ്റർ 45. 45,000. ഓക്കെ,
പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഒരുമാതിരിയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ ഇതിൽ? ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ക്യാമറ, വീൽസ്, ബാക്കിൽ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ഉണ്ടല്ലോ? സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ്. 2026 ജനുവരി വരെ നിലവിൽ കമ്പനി വാറണ്ടി പെൻഡിങ് ഉണ്ട്. കമ്പനി വാറണ്ടിയിലേക്കാണ്. ഇപ്പോൾ സർവീസ് ഇപ്പോൾ കഴിഞ്ഞാണ്. അപ്പോൾ ഒരു 5-10 കിലോമീറ്റർ ഓടിയിട്ട് ഉണ്ടാവുള്ളൂ സർവീസ് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസും ചെയ്താൽ മതി. 10,000 അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് ചെയ്താൽ മതി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 10,000 ഓടിയിട്ടില്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് പെട്രോൾ അടിക്കുക, ഓടിക്കുക. പെട്രോൾ അടിക്കുക, ഓടിക്കുക. ഒരു 12, 11, 15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? 15 കിലോമീറ്റർ മൈലേജ് വരെ കിട്ടും. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 8,20,000 ചോദിക്കുന്നത്. 8,20,000-ന് 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, 26 വരെ കമ്പനി വാറണ്ടി വരുന്ന അർബൻ ക്രൂസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് നമുക്ക് ഒരു 8 രൂപേൻ്റെ ഉള്ളിലായിട്ട് ഒരു 7.25 എന്തായാലും കയറും, ചെയ്യാൻ പറ്റും അല്ലേ? റീനോ കൈഗറാണ് അടുത്തത്. വീണ്ടും ഒരു കോമ്പാക്ട് SUV ആണ്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ അല്ലേ? കോഴിക്കോടില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡല് RXT ഓട്ടോമാറ്റിക് CVT ആണ്. CVT ഓട്ടോമാറ്റിക് RXT ആണ്. 21 ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, 1 ലിറ്റർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയാണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ലോ കിലോമീറ്റർ, 17,000 മാത്രം ഓടിയ വണ്ടി. 1 ലിറ്റർ ടർബോ അല്ലേ വരാം? ടർബോ. ഓക്കെ, അത്യാവശ്യം പവറും ഉണ്ടാവും. പിന്നെ CVT ആണ്. ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്മൂത്ത് ഡ്രൈവ്, അത്യാവശ്യം മൈലേജും കിട്ടും. 1 ലിറ്റർ അല്ലേ? ഒരു 15 ആ റേഞ്ചൊക്കെ എന്തായാലും ലോങ്ങിൽ കിട്ടും. CVTയിൽ 15 മൈലേജിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടു നടക്കാം, നല്ല സുഖമായിരിക്കും അല്ലേ? ഓക്കെ, സ്മൂത്ത് ഡ്രൈവുമാണ്. എത്ര കൊടുക്കാം ഇത്? നമ്മൾ 7,20,000 ചോദിക്കുന്നത്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 12 ലക്ഷം റുപ്യ റേഞ്ചിൽ റേറ്റ് ഉണ്ട്. ഓക്കെ, ഒരു 11.5 ആ റേഞ്ചിൽ എന്തായാലും ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ 7,20 അല്ലേ? ഇപ്പോൾ 7,20,000 രൂപയ്ക്ക് വെറും 17,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് CVT കൈഗർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 21 മോഡൽ. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഉണ്ട് കേട്ടോ. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്, അലോയ് വരുന്നുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ലോൺ ഒരു 6 ഒക്കെ കയറും ഇതിൽ? ലോണൊക്കെ ഇപ്പോൾ പറഞ്ഞ 11,500 റുപ്യ വില ഉണ്ടെങ്കിൽ എന്തായാലും വാല്യൂഷൻ ഒരു 10 ലക്ഷം റുപ്യ വാല്യൂഷൻ വരുമല്ലോ. ഓക്കെ, ഒരു ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ വരെ ചാൻസ് ഉണ്ട്, നോക്കാം. ഓക്കെ, അടുത്തതൊരു സെഡാൻ കാറ്റഗറിയാണ്. ഫോർഡ് ആസ്പയർ. ഡീസലാണ് ഇത് പെട്രോൾ ആണല്ലേ? ഓക്കെ, ഡീസൽ നമ്മൾ എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉണ്ടല്ലോ. ഓക്കെ, നല്ല ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്, പുറകിലെ ആവറേജ് ഉള്ളൂ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 18 മോഡല് ടൈറ്റാനിയം, സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ 77,000. 18 മോഡൽ 77,000, സിംഗിൾ ഓണർഷിപ്പ്, ടൈറ്റാനിയാണ്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് പുഷ് ബട്ടൺ കാര്യമൊക്കെ വരുള്ളൂ ഇതിൽ? വരില്ല, പ്ലസിലൊക്കെ വരുന്നുള്ളൂ തോന്നുന്നു. ഓട്ടോമാറ്റിക് AC വരും, അലോയിൽ വരും, ബാക്കിൽ സെൻസർ കാര്യങ്ങളൊക്കെ വരും, സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ, 2 എയർ ബാഗ് എല്ലാം വരും. പെട്രോളാണ്, വലിയ മെയിൻ്റനൻസ് മേടിക്കണ്ട. മൈലേജ് മാത്രം മൈലേജ് ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ പെർഫോമൻസ് കൊണ്ടും നേരത്തെ നമ്മുടെ റിട്ടേൺ കൊണ്ടുവരുന്ന പോലെ തന്നെ പെർഫോമൻസ് കൊണ്ടും എല്ലാം അടിപൊളിയാണ്. ഒരു 15 വരെ കിട്ടുമല്ലോ എന്തായാലും? 15 ആ റേഞ്ച് കിട്ടുമല്ലേ? ഏകദേശം ഒരു 11 to 15 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. CNG കയറ്റുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. അതെ, നല്ല മൈലേജ് കിട്ടും. സെഡാൻ കൊണ്ട് ആ സ്പേസും പോകില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ഡിക്കിയിൽ ഒരു മൂലക്ക് അങ്ങ് ഇരുന്നോളും സിലിണ്ടർ. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുക CNG കയറ്റാൻ. അത്യാവശ്യം പിന്നെ എന്താ പറയുക, ഫോർഡ് ഇപ്പോൾ കമ്പനി കൂട്ടിപ്പോയിട്ടൊന്നുമില്ല. മൊത്തത്തിൽ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ തന്നെ ഉണ്ട് ഫോർഡിൻ്റെ സർവീസ്. അവിടെ കൊണ്ടുപോയി ചെക്കും വേണം ചെയ്യാം. ഹിസ്റ്ററി ഉണ്ടോ? പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. അവിടെ കൊണ്ടുപോയി ചെക്കും ചെയ്യാം, എല്ലാം കിട്ടും. ഓക്കെ, എത്രയിപ്പോൾ? നമ്മൾ 3,90,000 ഇട്ടത്. 3,90,000 രൂപ. 2018 വണ്ടിയാണ്, പെട്രോൾ. ഓക്കെ, മാർക്കറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ആദ്യം 3,90,000 ചോദിക്കുന്നുള്ളൂ. 18 മോഡലാണ്, ഫുൾ ഓപ്ഷനാണ്. അല്ല, ഇതിന് ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഫോർഡിന് കിട്ടുന്നുണ്ടല്ലേ എപ്പോഴും? ഫുൾ ഓൺ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അല്ല, ഫുൾ ഓണിലേക്കെല്ലാം കിട്ടുമോ? ഫുൾ ഓൺ നമുക്ക് മാക്സിമം നോക്കാം. അവർ വില വെച്ചിട്ടില്ല. മോഡലും ഉണ്ട്, ഓപ്ഷനും ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തൊരു i20 ആണ്. ഫുൾ എന്താ പറയുക, കൺജസ്റ്റഡ് ആയി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചു തരാൻ അതാണ്, കുറച്ച് സ്പേസ് കുറവുണ്ട്. ഇത് അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തൊരു i20 ആണ്. നല്ല ടയേഴ്സും ഉണ്ട്, കാഴ്ച തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 മോഡല് മാഗ്നയാണ്. അതായത് എലൈറ്റിൽ മറ്റേ ബാക്കിൽ ന്യൂ ഷേപ്പിൽ വന്ന മോഡൽ. ഓക്കെ, മാഗ്ന അല്ല? മാഗ്ന. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. DRLൊക്കെ വരും, എല്ലാം വരും. അലോയ്സ് ചെയ്തിട്ടുണ്ട്, നല്ല ടയേഴ്സുമാണ്. പെട്രോൾ
ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജാണ് ഇതിനും കുറച്ച് പ്രശ്നം അല്ലേ? എല്ലാത്തിനും മൈലേജാണ് പ്രശ്നം. പക്ഷേ പെർഫോമൻസ് കൊണ്ടും ആ ഒരു കംഫർട്ട് കൊണ്ടും എല്ലാം മടുക്കില്ല. അതെ, കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്താൽ അത്രയേ ഉള്ളൂ. ക്ലെയിം ഒന്നുമില്ലല്ലോ വണ്ടിയിൽ? ക്ലെയിം ഒന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. 47,000 കിലോമീറ്റർ. 18 വണ്ടി കിലോമീറ്ററാണ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന 5.5 ഉറുപ്പിക. 5,50,000 മാഗ്നാണ് ഓപ്ഷൻ വരുന്നത്. 2018, 47,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ്. നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 4.5-4.25 റേഞ്ചിലൊക്കെ ചെയ്യാം. ഈ വണ്ടിക്ക് ഇപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ വെച്ചിട്ട് അവർക്ക് എത്ര ലോൺ കിട്ടുമോ അത്രയും നമ്മൾ പാസ്സായി കിട്ടും. ഓക്കെ, നോക്കാം. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഡസ്റ്ററാണ്. ഒരു കോഫി കളർ അല്ലേ? കോഫി ബ്രൗൺ എന്താ പറയുക? കോഫി ബ്രൗൺ തന്നെ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 മോഡല് RXS 85. 18 RXS അല്ല, 85 ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് അല്ലേ സെറ്റിൻ്റെ? ഓക്കെ. 85 കൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. മെയിൻ്റനൻസും വളരെ കുറവാണ്. എങ്ങനെയാണ് ബാക്കി 84,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഫുൾ സർവീസ് ഉണ്ട്? ഉണ്ടല്ലോ. വില 6,95. 6,95,000. 2018 RXS ആണ്. ഫുൾ സർവീസ് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വണ്ടികളുടെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലേ എല്ലാത്തിൻ്റെയും? ഓക്കെ. നമ്മളങ്ങനെ കസ്റ്റമറോട് പറയല്ലേ, അത് കമ്പനി തന്നെ കൊണ്ടുപോയിക്കോളേ. ഇപ്പോൾ ചില മെക്കാനിക്കൽ ഉണ്ടാവും, എന്തെങ്കിലും കുറച്ച് അറിയാലുണ്ടാവുള്ളൂ. ഇതൊന്ന് ഭയങ്കര സംഭവം മെക്കാനിക്കൽ നിങ്ങൾ കമ്പനി തന്നെ കൊണ്ടുപോയി കാണിച്ചില്ല. അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. ചില മെക്കാനിക്കുകൾ വണ്ടി എടുക്കുന്നതെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും അല്ലേ? ചെറിയ കംപ്ലൈൻറ്റ് ആണ്, അവർക്ക് പണി അറിയില്ലെങ്കിലും പണിയാവും. ഓക്കെ. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യാം. ഇത് ലോൺ എത്ര കയറും? ലോണ് നമുക്കൊരു 6 രൂപ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? 5.5-6 ഉള്ളിലായിട്ട്. ഓക്കെ. വണ്ടി വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. നീറ്റാണ്. ടയേഴ്സ് കുറവാണ്, 4 കുറവാണ്. അടുത്ത വണ്ടിയിലോട്ട്. നേരത്തെ ഒരു പെട്രോൾ ആസ്പെയർ കണ്ടു. ഇപ്പോൾ ഒരു ഡീസലാണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 15 മോഡലാണ്. ഫ്രണ്ട് ഓപ്ഷൻ ഡീസൽ. കിലോമീറ്റർ 91,000 കിലോമീറ്റർ. ഫ്രണ്ട് ഓപ്ഷനാണ് അല്ലേ? 15 ഡീസൽ 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ്. ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ. ഫീച്ചേഴ്സ് എന്തൊക്കെ വരും? ഫീച്ചേഴ്സ് സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ. മൈലേജ് ഉണ്ടാവും. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ക്ലെയിം ഒന്നുള്ള റീപ്ലേസ്മെന്റ്? ക്ലെയിം മെയിൻ ക്ലാസ് പറഞ്ഞു. മെയിൻ ക്ലാസ് മാത്രമേ? കമ്പനി ഇതാ ഹിസ്റ്ററിയിലുണ്ട്, കമ്പനി എന്ന് പറയുക. ഓക്കെ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയേഴ്സും ആവറേജ് ആണ്. എത്രയിപ്പോൾ ഇനി ചോദിക്കുന്നത്? ഇത് 2,95. 2,95,000. 15 ഡീസൽ മോഡൽ ആസ്പയർ ആണ്. ഒരു 2.5 ലോൺ കയറും ഇല്ല? ഓക്കെ. 40-45,000 രൂപ ഉണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു സെഡാൻ കാറ്റഗറി വാഹനമാണ് ഡീസലിൽ. അടുത്തൊരു ഓട്ടോമാറ്റിക് ക്രെറ്റയാണ്. KL5 കോട്ടയം വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2016 SX ഓപ്ഷൻ ഓട്ടോമാറ്റിക്. SX ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം ഓട്ടോമാറ്റിക് ആണ്. 80 ഗിയർ ബോക്സ് ആണ് വരിക. ഓട്ടോ എത്ര പോയി? ഓട്ടം 72,000. നോർമൽ ഓട്ടോ ആണ്. സെക്കൻഡ് ഓണറാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഹിസ്റ്ററിയൊക്കെ പ്രോപ്പറാണ്. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? പെട്രോൾ ഓട്ടോമാറ്റിക്കാ. ഇതും പെർഫോമൻസ് ആണ്. മൈലേജ് വൈസ് ഒന്നും നോക്കണ്ട, നല്ല കുറവായിരിക്കും. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ല. നല്ലൊരു വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ 7,90. 7,90,000. 16 SX ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 lakhs ലോൺ വരും. 7 lakhs ലോൺ വരുന്നതാണ്. നോക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് പോളോ KL11 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 15 മോഡല് 1.5 ഹൈലൈൻ ഡീസൽ ഫുൾ ഓപ്ഷൻ. 2015 നല്ല പവറും മൈലേജും അല്ലേ? കൊടുത്തടുത്ത് എത്തുകയും ചെയ്യും. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 85,000. പ്രോപ്പർ സർവീസ് എല്ലാം സിംഗിൾ ഓണർ പ്രോപ്പർ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഇതിൻ്റെ സൗണ്ട് കാര്യം ഇഞ്ചക്ടർ അടി അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. 85,000 ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. ഒരു ക്ലെയിമോ കാര്യമോ ഒന്നുമില്ല. പിന്നെ പോളോൻ്റെതായ ഡീസലിൻ്റെതായ കുറച്ച് പണികൾ ഞാൻ ചോദിച്ചാണ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നുമില്ല. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 5,20,000. പ്രൈസ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ. വണ്ടികളില്ല, ഡീസൽ ലോ കിലോമീറ്റർ വണ്ടി ഇല്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇല്ല. ഫുൾ ഓപ്ഷനാണ്, ഹൈലൈനാണ് അല്ലേ? ഓക്കെ. നോക്കാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്.
യൂസ്ഡിലേക്ക് വരുമ്പോൾ അതാണ് ഒരു പ്രത്യേകത, ഈ ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് രണ്ടും വളരെ ഡിപ്പെൻഡ് ചെയ്യില്ല വണ്ടീനെ. ഓക്കെ, എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. 2 ഷോറൂമിലായിട്ടുള്ള, കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത്, 2 ഷോറൂമിലായിട്ടുള്ള ഫുൾ സ്റ്റോക്ക് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അല്ലേ. നമ്മൾ തന്നെ ഇവിടെ ഫുള്ള് വണ്ടി ഇപ്പോൾ കാണിച്ചില്ലല്ലോ. അതെ, ഇവിടെ തന്നെ കാണിച്ചില്ല, ഇവിടെ തന്നെ ഇനിയോട്ട് കാണിക്കാം. അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നെടുത്ത് കാണിച്ചാണ് അല്ലേ ഇപ്പോൾ തന്നെ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താൻ ഒന്നും വിട്ടുപോകരുത്. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. ബൈ.